ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ നമ്പർ സിസ്റ്റം കൺവേർഷൻ നടത്താം. ഞാൻ പ്രീവിയസ് ആയിട്ട് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾറെഡി ഓരോ സിസ്റ്റത്തിനെയും വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റത്തിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് വേരിയസ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ആസ് എ ഹോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് എങ്ങനെ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാം, എങ്ങനെ നമ്മുടെ മെമ്മറിയിൽ പെട്ടെന്ന് ഓർത്ത് വെക്കാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഓരോരോ നമ്പേഴ്സിനെയും എങ്ങനെ ഡെസിമൽ എന്ന് പറയുന്ന ഈ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ബൈനറിനെ എങ്ങനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് നോക്കാം. നമുക്കറിയാം ബൈനറി നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പം ഏതൊരു സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴും നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ട നമ്പർ ഉണ്ടല്ലോ, ആ നമ്പറിൻ്റെ പവേഴ്സിനെ വെച്ചിട്ട് ഓരോരോ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം എന്ത് ചെയ്യണം? 2⁻0 × 1 പ്ലസ് 2⁻1 × 0, സോറി ഇത് 2⁻3, ഇത് 2⁻4, 25. ഇനി നമ്മളൊരു ഒക്ടൽ നമ്പറിനെയാണ് ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നിരിക്കട്ടെ. a⁻0 × 0 പ്ലസ് a⁻1 × 1. നമുക്ക് അതിൻ്റെ ആൻസർ എന്ത് കിട്ടി? 8 എന്ന് കിട്ടി. ഇനി അടുത്തതായിട്ട് ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 16⁻0 × 2 പ്ലസ് 16⁻1 × a എന്ന് പറയുന്ന ഹെക്സാഡെസിമലിൽ എന്താണ്? 10. അത് ഈക്വൽ ടു ഈ ടേം എന്ന് പറയുന്നത് 2, ഇതെന്ന് പറയുന്നത് 160, 160 പ്ലസ് 2 162. അപ്പം ഇങ്ങനെയാണ് ഏതൊരു ഫോർമാറ്റിൽ നിന്നും നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഡെസിമലിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്ന് വരുവാണെങ്കിൽ നമ്മൾ ഏതിൽ നിന്നാണോ കൺവേർട്ട് ചെയ്യുന്നത് അതിൻ്റെ പവേഴ്സിനെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്തായിട്ട് ഇനി നമുക്ക് ഡെസിമലിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിസ്റ്റത്തിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു എന്ന് നോക്കാം. അപ്പോൾ ഡെസിമലിൽ നിന്ന് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ 25 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ ബൈനറിയുടെ ബേസ് എന്താണോ അത് വെച്ചിട്ട് നമ്മൾ ഡിവിഷൻ മെത്തേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പം നമുക്ക് ആൻസർ 11001 എന്ന് കിട്ടും. ഇനി ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ നടത്താൻ 8 വെച്ചിട്ട് ഡെസിമൽ നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. (31) എന്ന് പറയുന്നതാണ് നമ്മുടെ ആൻസർ. ഇനി ഡെസിമലിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കാരണം 16 എന്ന് പറയുന്നതാണ് ഹെക്സാഡെസിമൽ നമ്പറിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിവിഷൻ കഴിയുമ്പോൾ നമുക്ക് 19 എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. അടുത്തായിട്ട് ഇനി ബൈനറി നമ്പറിനെ എങ്ങനെ ഒക്ടലാക്കുന്നു എന്ന് നോക്കാം. അപ്പോൾ ബൈനറിനെ ഒക്ടലാക്കാൻ 3 നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പ് ആക്കുക. ബൈനറിനെ ഹെക്സാഡെസിമലാക്കാൻ 4 നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പ് ആക്കുക. റൈറ്റ് സൈഡിൽ നിന്ന് 3 ഗ്രൂപ്പായിട്ട് നമ്മൾ ബൈനറി നമ്പറിനെ എഴുതി, എന്നിട്ട് അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒക്ടൽ നമ്പറിലേക്ക് എടുത്തെഴുതി 421 എന്ന് പറയുന്ന സിസ്റ്റം വെച്ചിട്ട് അങ്ങനെ 31 എന്ന് പറഞ്ഞിട്ടുള്ള ഒക്ടൽ നമ്പറിനെ കിട്ടി. ഇനി ബൈനറിനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇതുപോലെ തന്നെ 4 നമ്പേഴ്സിൻ്റെ ഗ്രൂപ്പായിട്ട് എഴുതി. അപ്പോൾ 1 എന്ന് പറയുന്ന എക്സ്ട്രാ വന്നു. അതിനെ നമ്മൾ 8421 സിസ്റ്റം വെച്ച് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 19 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ നമ്പർ ആൻസറായിട്ട് കിട്ടി. ഇനി ഒക്ടലിനെ ബൈനറി ആക്കാനായിട്ട് നമ്മൾ ഓരോ നമ്പേഴ്സിനെയും സെപ്പറേറ്റ് ആയിട്ട് എടുത്തെഴുതി, എന്നിട്ട് അതിനെ ബൈനറി ആക്കുകയാണ് ചെയ്യുന്നത് 421 സിസ്റ്റം വെച്ചിട്ട്. ഒക്ടലിനെ ബൈനറി ആക്കുന്നതും ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കുന്നതും ഒരുപോലെ തന്നെയാണ്. ഒക്ടലിനെ ബൈനറി ആക്കുമ്പോൾ നമ്മൾ ഡിജിറ്റിനെ സെപ്പറേറ്റ് എഴുതി 3 ബൈനറി നമ്പേഴ്സായിട്ട് എഴുതുന്നു. ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കുമ്പോൾ ഡിജിറ്റിനെ സെപ്പറേറ്റ് എഴുതി 4 ബൈനറി ഡിജിറ്റ്സ് ആയിട്ട് നമ്മൾ എഴുതുന്നു.
ഇനി നമുക്ക് ഒക്ടലിനെ ഹെക്സാഡെസിമൽ ആക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ തന്നിരിക്കുന്ന ഒക്ടലിനെ നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇങ്ങനെ ബൈനറിയിൽ കിട്ടിയിരിക്കുന്ന ഈ ഫോർമാറ്റിനെ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങി 4 ഡിജിറ്റ്സിൻ്റെ ഗ്രൂപ്പ്സ് ആക്കി മാറ്റുക. അപ്പോൾ ഓൾറെഡി നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ 4 എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് 8 എന്ന് പറയുന്ന ആൻസർ ലഭിച്ചു. ഇനി തിരിച്ച് ഹെക്സാഡെസിമലിനെ ഒക്ടലാക്കുന്നതിന് വേണ്ടി ഇതുപോലെ തന്നെ ഹെക്സാഡെസിമലിനെ ആദ്യം ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതുക. എന്നിട്ട് 3 എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് ആക്കുക. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങി 3 എലമെൻറ്റ്സിനെ ഗ്രൂപ്പാക്കി അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 4 to 1 വെച്ചിട്ട് നമ്മൾ എഴുതുന്നതായിരിക്കും അതിൻ്റെ ഒക്ടൽ നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 242 എന്ന് പറയുന്ന ഒക്ടൽ നമ്പറിനെ നമുക്ക് കിട്ടി. ഇപ്പോൾ നമ്മൾ എല്ലാ കൺവേർഷനും കഴിഞ്ഞു. നമുക്കിവിടെ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം, ഏത് സിസ്റ്റത്തിൽ നിന്നും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ആ കൺവേർട്ട് ചെയ്യുന്ന ഏതിനെയാണോ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ബേസ് യൂസ് ചെയ്തത് ഓരോരോ ഡിജിറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്തായിട്ട് ഇനി ഡെസിമലിൽ നിന്ന് വേറൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ബേസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ബൈനറി ടു ഒക്ടൽ ആണെങ്കിൽ 3 എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പും ബൈനറി ടു ഹെക്സാഡെസിമൽ ആണെങ്കിൽ 4 എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പുമായിട്ട് എടുത്തെഴുതുക. ഒക്ടൽ ടു ബൈനറി ആക്കാൻ ഓരോ ഡിജിറ്റ്സിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് 4 to 1 വെച്ചിട്ട് ബൈനറി ആക്കുക. ഹെക്സാഡെസിമൽ ടു ബൈനറി ആക്കാൻ ഓരോ ഡിജിറ്റിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് 8421 സിസ്റ്റം വെച്ചിട്ട് 4 ഡിജിറ്റ് യൂസ് ചെയ്തിട്ട് ബൈനറി ആക്കുക. ഒക്ടലിൽ നിന്ന് ഹെക്സാഡെസിമൽ ആക്കാൻ ആദ്യം തന്നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് 4 എലമെൻറ്റ്സിനെ ഗ്രൂപ്പ് ചെയ്യുക. ഹെക്സാഡെസിമൽ എന്ന് പറയുമ്പോൾ എപ്പോഴും 4 എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പാണ്. ഇനി തിരിച്ച് ഹെക്സാഡെസിമലിനെ ഒക്ടലാക്കാൻ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് 3 എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് എടുക്കുക. എപ്പോഴും ഓർക്കേണ്ടത് ഒക്ടൽ എന്ന് പറയുന്നത് എപ്പോഴും 3 എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പായിരിക്കും.